എല്ലാ കൂട്ടുകാർക്കും ഹാൻഡ് ക്രാഫ്റ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ കളർ പേപ്പേഴ്സ് വെച്ചിട്ട് ഒരു വാൾ ഡെക്കറേഷനാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ഡോർ ഡെക്കറേഷനായിട്ടോ വാൾ ഡെക്കറേഷനായിട്ടോ ഉപയോഗിക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് സർക്കുലർ പേപ്പേഴ്സാണ് നമുക്ക് വേണ്ടത്. കളർ പേപ്പേഴ്സ് ഒരുപോലെ മടക്കിയിട്ട് നമുക്ക് അറ്റ് എ ടൈം കുറേ അധികം സർക്കിൾസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ സർക്കുലർ ഷേപ്പ് ജസ്റ്റ് ഹാഫായിട്ട് മടക്കുക. എന്നിട്ട് ആ ഹാഫായി മടക്കിയതിൻ്റെ സെൻറ്റർ ഒരു പ്രാവശ്യം കൂടി മടക്കുക. ഇനി ഇതേപോലെ അകത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വെക്കുക, പിടിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു പെറ്റൽ പോലെ വരും. അടുത്ത ഭാഗവും അതേപോലെ ചെയ്യുക. ഒന്നും കൂടി നോക്കാം. ഇതേപോലെ പിടിക്കുക. ഇനി അവിടെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുക. നല്ലതായിട്ട് ഗ്ലൂ തേച്ചിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് പിടിച്ച് വെക്കണം. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഒട്ടിക്കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് യെല്ലോ പെറ്റലും കൂടി ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഹാഫായിട്ട് മടക്കുക. എന്നിട്ട് അതിൻ്റെ നടുഭാഗം ഒന്നും കൂടി മടക്കുക. ഞാനിവിടെ ഓറഞ്ച് കളർ പേപ്പേഴ്സും യെല്ലോ കളർ പേപ്പേഴ്സുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചില ഫ്ലവേഴ്സ് ഞാൻ യെല്ലോ മാത്രം വെച്ചുണ്ടാക്കിയിട്ടുണ്ട്, ചിലത് ഞാൻ ഓറഞ്ച് മാത്രം വെച്ചുണ്ടാക്കിയിട്ടുണ്ട്, ചിലത് മിക്സഡ് ആയിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടം എങ്ങനെയാണോ, ഏത് കോമ്പിനേഷനാണോ അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഞാൻ ഓൾട്ടർനേറ്റീവായിട്ടാണ് ഇവിടെ സ്റ്റിക്ക് ചെയ്യുന്നത്. ഒരു യെല്ലോയും ഓറഞ്ചും വെച്ചു. ഇനി അടുത്തതായിട്ട് ഒരു യെല്ലോ വെക്കും. അങ്ങനെ ഈ 6 പെറ്റൽസ് വെച്ചിട്ട് ഒരു ഫ്ലവർ ആക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ ഫെവിക്കോൾ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് കുറച്ച് സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ അത് നന്നായിട്ട് ഒട്ടിക്കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മുടെ ആദ്യത്തെ ഫ്ലവർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് ഒരു ഹാഫ് പേൾ ഒട്ടിക്കുന്നുണ്ട്. കണ്ടില്ലേ, എത്ര എളുപ്പം, എത്ര സിമ്പിളായിട്ട്, എന്ത് മനോഹരമായിട്ടാണ് ഈ ഫ്ലവർ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഗിഫ്റ്റ് ബോക്സിലോ എന്തിൽ വേണമെങ്കിലും നമുക്ക് ഒട്ടിക്കാം. ഇന്നിപ്പം നമ്മുടെ ഇവിടെ ഒരു വാൾ ഡെക്കറേഷനാണ് ചെയ്യുന്നത്. ഇതേപോലത്തെ കുറേ അധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഒട്ടിക്കാനായിട്ട് പേപ്പർ കൊണ്ട് ഒരു സ്റ്റിക്ക് പോലെ ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ ഞാൻ വൈറ്റ് കളർ പേപ്പേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പേപ്പർ എടുക്കുക, ജസ്റ്റ് നമ്മളൊന്ന് റോൾ ചെയ്യുക. വെറുതെ കൈവച്ച് വേണേൽ റോൾ ചെയ്യാം, അല്ലെങ്കിൽ സ്ക്യൂവറോ എന്തെങ്കിലും നമുക്ക് റോൾ ചെയ്യാനുള്ള സാധനം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് റോൾ ചെയ്യാം. വെറുതെ റോൾ ചെയ്താലും പറ്റും കേട്ടോ. ഇതേപോലെ റോൾ ചെയ്യുക, ഗ്ലൂ വെച്ച് ഒട്ടിക്കുക. ഇതിൻ്റെ സൈഡ് 2 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കുക. ഇതുപോലത്തെ 8 പേപ്പേഴ്സ് നമുക്ക് വേണം. ഇനി അടുത്തത് നമുക്കതിൻ്റെ ലീവ്സ് ഉണ്ടാക്കാനായിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മളത് സിക്സാഗായിട്ട് ഫോൾഡ് ചെയ്യുക. അത് ഈക്വലായിട്ട് ഫോൾഡ് ചെയ്യാൻ ശ്രമിക്കണം. ഇതേപോലെ മുഴുവനായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. കുറച്ച് പതുക്കെ ചെയ്തെടുത്താൽ മതി, എന്നാലേ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമ്മളത് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യും. ഇതേപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക. ഇനി അതിൻ്റെ ആ സെൻറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലീഫ് റെഡിയാവും. ഇതേപോലത്തെ 8 ലീവ്സ് ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നമ്മളെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി അസംബിൾ ചെയ്താൽ മതി. ആദ്യമായിട്ട് ഈ പേപ്പർ ട്യൂബ്സ് ഒക്കെ എടുക്കുക. അത് ഞാൻ ഇതേപോലെ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മുടെ ഫെവിക്കോൾ ഉപയോഗിച്ച് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഗ്ലൂ ഗൺ ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പം നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. ഇനി ഇതേപോലെ ലീവ്സ് ആദ്യം ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ സെൻറ്ററിൽ ഒരു ഫ്ലവർ വെക്കുക. ഞാനിപ്പോൾ ഒരു ഡബിൾ കളറിലുള്ള ഫ്ലവറാണ് വെച്ചത്. അതേപോലെ എല്ലാ കോർണേഴ്സിലും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മിഡിലും കൂടി ഓരോ ഫ്ലവേഴ്സ് വെക്കുക. ആ മിഡിലിൽ വെക്കുന്ന ഫ്ലവർ നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് വെക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡ്സിൽ വെക്കുന്നത് ഈക്വലായിട്ട് ഞാൻ വെച്ചു.
ഇനി അടുത്ത സൈഡിലും ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡ്സിൽ വെക്കുന്നത് ഈക്വലായിട്ട് വെക്കും. അതിന് ഞാൻ ലീവ്സ് വെച്ചിട്ടില്ല. എല്ലായിടത്തും കൂടി ലീവ്സും കൂടി വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഭംഗി കുറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലീവ്സ് വെക്കാം. ഇത് ഡോർ ഹാങ്ങിങ് ആയിട്ടോ അല്ലെങ്കിൽ വാൾ ഡെക്കറേഷനായിട്ടോ കുട്ടികളുടെ റൂം ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.